നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പ് കാലത്തൊക്കെ ഡെയിലി അത്താഴത്തിന് കഴിക്കാൻ പറ്റിയ വളരെ ഔഷധ ഗുണമുള്ള ജീരകക്കഞ്ഞി, നോമ്പ് കഞ്ഞി അഥവാ ക്യുമിൻ റൈസ് സൂപ്പാണ്. നോമ്പ് കാലത്ത് തന്നെയല്ല, ഉച്ചക്കൊക്കെ ഹെവി ഫുഡാണ് കഴിച്ചെങ്കിൽ രാത്രി അത്താഴത്തിന് ഇതുപോലുള്ള കഞ്ഞിയൊക്കെ വളരെ നല്ലതായിരിക്കും. ഞാനിവിടെ ഒരു 3/4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പ് 3/4 കപ്പിൻ്റെ അളവാണ് കേട്ടോ. പുഴുങ്ങാത്ത കുത്തരി അല്ലെങ്കിൽ നുറുക്കരി ആണെങ്കിലും നല്ലതായിരിക്കും. പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനു മുമ്പ് കുക്കറിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കപ്പിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കഞ്ഞിക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒന്നും കൂടെ വെള്ളം ചൂടായതിന് ശേഷം, അതായത് തിളക്കാറാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നിറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ചൂടാവാത്ത വെള്ളത്തിലാണ് ഉലുവ ഇടുന്നതെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ച് കട്ടയായിട്ടിരിക്കും. അതാണ് തിളക്കാറായ വെള്ളത്തിലേക്ക് ഇട്ടത് കേട്ടോ. ഇനി 1 ടീസ്പൂൺ നിറച്ച് ആശാളി ഇട്ട് കൊടുക്കാം. ആശാളിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാൽഷ്യം, വിറ്റമിൻസ്, അയേൺ, ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കഞ്ഞിക്ക് പ്രത്യേക ഒരു ഭംഗിയാണ് ആശാളി ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ആ കഴുകി വാരി വെച്ച പച്ചരിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പച്ചരി ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വേണ്ടി വന്നു ഈ അരി വെന്ത് കിട്ടാനായിട്ട്. പച്ചരി ആയത് കാരണം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിക്കോളും. ഒരുപാട് സമയമൊന്നും ആവശ്യം വരില്ല. ഇനി നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇല്ലാലും കുറച്ച് കുറവാണ് ക്യൂമിൻ സീഡ്സ്, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നിറച്ചെടുക്കാം. അപ്പം ഞാൻ അരി അളന്ന കപ്പിൽ തന്നെയാണ് തേങ്ങയും സെയിം അളവിൽ തന്നെയാണ് അളന്നെടുത്തത് കേട്ടോ. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പം അരിയൊക്കെ കറക്റ്റ് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെന്ത് അലിന്നൊന്നും പോകരുത്. ഞാനിപ്പം കുറച്ച് താമസിച്ചാണ് ഇത് കുക്കർ തുറന്ന് നോക്കിയത്. അപ്പോൾ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആവണമെന്നില്ല. ഇനി നമുക്ക് ആ തേങ്ങ അരച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി അതിൻ്റെ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം കഞ്ഞിരിക്കാനായിട്ട്. നമ്മൾ ഇതൊന്ന് ചൂടാക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കാൻ നിൽക്കരുത്, കുറച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒന്നും കൂടെ വെള്ളം വറ്റാൻ സാധ്യതയുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് വേണം എടുക്കാൻ. അരിയും വെള്ളവും വിട്ടെടുക്കുന്ന പോലെ ആവരുത് ഒരിക്കലും കഞ്ഞി. അല്ലാതെ നല്ല കൊഴുപ്പോടുകൂടി തന്നെ കഞ്ഞിരിക്കണം. കഞ്ഞി ഇപ്പം തന്നെ കുടിക്കുന്നുണ്ടെങ്കിൽ ഈ ലൂസ് മതിയാകും. അല്ലെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കേണ്ടി വരും. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഈ സമയത്ത് നോക്കാം. പിന്നെ ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഉള്ളി അരിഞ്ഞ് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. താല്പര്യമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you.